ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പൂരാടം ദിവസത്തെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം രാവിലെ ഇതാ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്കറിയുന്ന രീതിയിൽ എന്തൊക്കെയോ ഡിസൈനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇട്ട് വന്നപ്പോൾ ചെറിയ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവനുസരിച്ച് ആണ് ഞാൻ ചെയ്തത്. അങ്ങനെ അതാ ഫസ്റ്റ് 2 വട്ടം ബൗൾസ് പൂവാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഈ ഒരു വെള്ളപ്പൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അല്ലിയാണെങ്കിൽ എത്ര ഒതുക്കി വെച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടാണ് ആ പൂവിടുന്നത്. അപ്പോൾ ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ ഇടയിലെ പോർഷൻസിൽ കൂടെ വാടാമല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെള്ളയും വയലറ്റും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നന്നായി എടുത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ അതിൻ്റെ ചുറ്റും ഈ ഒരു ഓറഞ്ചും അതേപോലെ തന്നെ മഞ്ഞയും കോമ്പിനേഷനാണ് ഇട്ടിട്ട് കൊടുത്തത്. പിന്നെ ഞാനത് ഇട്ട് തുടങ്ങിയപ്പോഴേക്കും നല്ലോണം കോടയും മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വേഗം അത് ഇട്ട് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പൂക്കളൊക്കെ ഇട്ട ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പ്രാവശ്യം നോക്കി നോക്കി അങ്ങനെ റെഡിയാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിന് ശേഷം ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ദോശയും ചമ്മന്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ചെറിയൊരു ഷോപ്പിങ്ങിനും വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾക്കൊക്കെ ആയിട്ട് മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ തീർത്ത ശേഷം ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ മണ്ണാർക്കാട് തട്ടുകട എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറിയത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ കയറുന്നത്. പക്ഷെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഞങ്ങൾ ചോറും ഒരാൾ നെയ്ച്ചോറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറിനാണെങ്കിലും മീൻകറി, സാമ്പാർ, രസം, അതുപോലെ തന്നെ അവിയലും തോരനും പപ്പടവും ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിലും നല്ലൊരു നെയ്ച്ചോറും ചില്ലിയൊക്കെയാണ് കേട്ടോ. സലാഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മുല്ലാസിലാണ് കയറിയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ മുല്ലാസിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ കയറിയിട്ട് പെട്ടുപോയൊരവസ്ഥയായി. കാരണം എടുത്തു തരാനും ഒന്നിനും ഒരാളും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ട ഒരവസ്ഥയായി കേട്ടോ. അങ്ങനെ എന്തായാലും സച്ചുവിനുള്ള ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനൊരു മുണ്ടും മാമയ്ക്കൊരു പാൻറ്റും എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈസിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അഡ്രസ്സിലേക്കാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷർട്ട്സും പാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാമനൊരു ഷർട്ടാണ് അവിടെ നിന്ന് എടുത്തത്. ശേഷം ഞങ്ങൾ അവിടുന്ന് വർണ്ണത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ മുല്ലാസിൻ്റെ അതേ അവസ്ഥയായിരുന്നു. നല്ല തിരക്ക്, നമുക്ക് എടുത്തു തരാൻ പോലും ആൾക്കാരില്ല. എങ്ങനെയൊക്കെയോ തപ്പിത്തിരഞ്ഞ് നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ അവിടുന്ന് എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ശരിക്കും ഓണായി എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് തന്നെ വന്നത്. അത്ര തിരക്കായിരുന്നു. അതേപോലെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഞാനൊരു ലൈം ജ്യൂസും മാമ പപ്സും ചായയാണ് കേട്ടോ കഴിച്ചു. അങ്ങനെ എനിക്ക് ത്രെഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതും ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണ് കേട്ടോ ശരിക്കും ഓണപ്പാച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തന്നെ നമ്മൾ അറിയണത്. വല്ലാത്തൊരു ഓട്ടമായിരുന്നു. എന്തായാലും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.